بسم الله الرحمن الرحيم لعن الذين كفروا من بني إسرائيل على لسان داود وعيسى بن مريم ذلك بما عصوا وكانوا يعتدون. പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യ ജീവിതങ്ങളിൽ സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടുന്ന നല്ലവരായ അടിമകളാകാൻ നാം ഓരോരുത്തരും പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു തആല നമുക്ക് അത്തരത്തിലുള്ള മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, നമ്മുടെ കേരളത്തിലെ ഒരു സാമുദായിക സംഘടനയുടെ ജനറൽ സെക്രട്ടറി ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ജില്ലയെ സംബന്ധിച്ച് ചില പ്രകോപനപരമായ പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. മലപ്പുറം ജില്ല എന്നാൽ ഒരു പ്രത്യേക രാജ്യമാണെന്നും ചില സമുദായക്കാർക്ക് ശ്വാസം വിടാൻ പോലും അവിടെ പ്രയാസമാണ് എന്ന് തുടങ്ങുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ. കുമാരനാശനെ പോലെയുള്ള മഹാപ്രതിഭകൾ ഇരുന്ന ആ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഇത്തരം വാക്പ്രയോഗങ്ങൾ നടത്തുന്നതിൻ്റെ പിന്നിലെ ചേതോവികാരം ഒരൽപ്പം പൊളിറ്റിക്സ് അറിയുന്ന ആർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആഗോളതലത്തിൽ മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള ഒഴുക്കിൽ അനുകൂലിച്ച് നിന്നാൽ അപ്പോൾ കിട്ടുന്ന ചില നേട്ടങ്ങളും സുഖങ്ങളുമാണ് ചില ആളുകളെ കൊണ്ട് ഇത്തരത്തിലുള്ളതായ വാക്കുകൾ പ്രയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നത് എങ്കിൽ, മറ്റു ചിലർ സമൂഹത്തിൽ താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അറിയിക്കാൻ വേണ്ടി ചില പ്രയോഗങ്ങൾ, മലപ്പുറം ജില്ലയിൽ റമദാൻ മാസമായാൽ പച്ചവെള്ളം പോലും കിട്ടുകയില്ല എന്ന് തുടങ്ങുന്ന വാക്കുകളൊക്കെ, ഇവർ ഭീകരന്മാരാണ്, ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഇപ്പോൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മീഡിയകളും അതിൽ നിന്ന് ഏറെ പിന്നിലല്ല. നമുക്കറിയാം, കുറച്ച് നാളുകൾക്ക് മുമ്പ് പാലക്കാട് ജില്ലയിൽ ഒരാന പന്നിപ്പടക്കം കടിച്ച് ചെരിഞ്ഞപ്പോൾ പാലക്കാട് ജില്ലയെ പരാമർശിക്കുന്നതിന് പകരം മലപ്പുറം ജില്ലയെയാണ് പരാമർശിച്ചത്. മാത്രമല്ല, ഈ ജില്ലയിൽ കലാപം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ അടുത്ത പ്രദേശത്ത് അയ്യപ്പക്ഷേത്രത്തിലെ ചുറ്റമ്പലത്തിലേക്ക് മനുഷ്യവിസർജ്യം വലിച്ചെറിഞ്ഞ ഒരു സംഭവം നമ്മൾ അറിഞ്ഞതാണ്. അതിൻ്റെ പ്രതിയെ പിടിച്ചപ്പോൾ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിൽ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഇവിടെ നമ്മൾ അറിയേണ്ടത്, കത്തി നിൽക്കുന്ന വഖഫ് വിഷയങ്ങളും അതിനിടയിൽ ഇത്തരം ചില നിലവാരം കുറഞ്ഞ വർത്തമാനങ്ങളും പ്രവർത്തികളും വിശ്വാസി സമൂഹത്തിന് തരുന്ന ചില മെസ്സേജുകളുണ്ട്. അതെന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയണം. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പരാമർശങ്ങളോ ആക്ഷേപങ്ങളോ വിമർശനങ്ങളോ അവൻ്റെ വിശ്വാസത്തെയോ അവൻ്റെ ജീവിതത്തെയോ ഒരു തരത്തിലും അലോസരപ്പെടുത്തുകയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരിയിൽ 7460 നമ്പറായി രേഖപ്പെടുത്തുന്ന ഒരു ഹദീസ്, മുആവിയ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു, സമഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്, ലാ യസാലു മിൻ ഉമ്മത്തി ഉമ്മത്തുൻ ഖായിമത്തുൻ ബി അംരില്ലാഹ്, എൻ്റെ സമുദായത്തിൽ ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിൻ്റെ അംറിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകളായിരിക്കും അവർ. മാ യദുറുഹും മൻ കദ്ദബഹും വലാ മൻ ഖാലഫഹും, അവരെ വിമർശിക്കുന്ന വിമർശകരോ അവരെ കളവാക്കുന്ന ആളുകളോ അവർക്കെതിരെ ആക്ഷേപങ്ങൾ ചെരിയുന്ന ആളുകളോ അവർക്കൊരു ഉപദ്രവം വരുത്തുകയില്ല, അവരെ തളർത്താൻ കഴിയില്ല. ഇപ്പം നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലുള്ളതായ പരാമർശങ്ങൾ അത് ആഗോള തലത്തിലുണ്ട്. അത് നമ്മുടെ ജില്ലയെ പരാമർശിച്ചു എന്നുള്ളതിൻ്റെ പിന്നിലുള്ള പൊളിറ്റിക്സ് മറ്റൊന്ന്. ഏതായാലും അത്തരം വിഷയങ്ങളൊന്നും നമ്മെ ഒരു തരത്തിലും ബാധിക്കാൻ പാടില്ല. കാരണം നമ്മൾ ഉത്തമ സമുദായത്തിൻ്റെ ആളുകളാണ്.
നമ്മളെ സംബന്ധിച്ച് ഉത്തമ സമുദായം എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. സ്വത്വബോധവും ആദർശനിഷ്ഠയുമുള്ള വിശ്വാസി സമൂഹം അവർ എവിടെ നിലകൊള്ളുന്നുവോ അവിടങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ളതായ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരും എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം സൂറ ആലി ഇംറാനിന്റെ 186-ാം വചനം അല്ലാഹു പറയുന്നു, ലതുബ്ലവുന്ന ഫീ അംവാലിക്കും വ അൻഫുസിക്കും. നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ ശരീരങ്ങളിലും നിങ്ങൾക്ക് പരീക്ഷണമുണ്ടാകും. തീർച്ചയായും നിങ്ങൾക്ക് പരീക്ഷണമുണ്ടാകും. അത് കഴിഞ്ഞ് അള്ളാഹു പറഞ്ഞത് സമകാലിക വിഷയവുമായി ഏറെ ബന്ധമുള്ളൊരു കാര്യമാണ്. വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബലിക്കും വമിനല്ലദീന അശ്റകൂ. നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ട ആളുകളിൽ നിന്നും അതുപോലെ ശിർക്ക് ചെയ്യുന്ന ശിർക്കിന്റെ ചില ആളുകളിൽ നിന്നും നിങ്ങൾ കേൾക്കേണ്ടി വരിക തന്നെ ചെയ്യും. എന്ത്? അതൻ കസീറ, സ്വൈരക്കേടിന്റെ വർത്താനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നില്ലേ നമ്മൾ? എന്തെല്ലാം വർത്താനങ്ങളാണ് കേൾക്കുന്നത്? ഞാൻ കഴിഞ്ഞ 2 ഖുത്ബകൾക്ക് മുമ്പ് സൂചിപ്പിച്ചൊരു വിഷയമുണ്ട്. ഒരു വലതുപക്ഷ ക്രൈസ്തവ ചിന്താഗതിക്കാർ ഇസ്ലാമിനെതിരെ ശക്തമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ പ്രയോഗിക്കുന്ന പ്രയോഗങ്ങളും അവരുടെ ചില വാക്കുകളും സ്വൈരക്കേട് തരാൻ പാകത്തിനുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് കാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന ലവ് ജിഹാദ് വർത്തമാനങ്ങൾ, അത് ഈ വിഷയവുമായി ഒരു തരത്തിലും ബന്ധമില്ല. ആദർശപരമായും ബന്ധമില്ല, ഇനി രാഷ്ട്രീയപരമായും ബന്ധമില്ല. എങ്കിലും അതെല്ലാം കൊട്ടിഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ആ ഖുർആൻ പറഞ്ഞ വാക്ക് വലതസ്മഉന്ന, നിങ്ങൾ കേൾക്കേണ്ടി വരും, ഉറപ്പായും കേൾക്കും. ഈ പറയപ്പെട്ട ഒരു ന്യൂനപക്ഷമായ ഈ വിഭാഗത്തിൽ നിന്നും അതുപോലെ ശിർക്കിന്റെ ആളുകളിൽ നിന്നും അവിടെയെല്ലാം ഖുർആൻ വളരെ കൃത്യമായ പ്രയോഗം നടത്തിയത്. വമിനൽ മുശ്രിക്കീന എന്ന് പറഞ്ഞില്ല, മുശ്രിക്കീങ്ങളിൽ നിന്ന് കേൾക്കുമെന്ന് പറഞ്ഞില്ല. വമിനല്ലദീന അശ്റകൂ, ശിർക്ക് ചെയ്യുന്ന ചില ആളുകളിൽ നിന്നും കേൾക്കേണ്ടി വരും. വളരെ സ്വൈരക്കേടിന്റെ വലിയ വലിയ വർത്തമാനങ്ങൾ കേൾക്കേണ്ടി വരും. അത്തരമൊരു വർത്താനം അവിടെ വിശുദ്ധ ഖുർആൻ ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് ശ്രദ്ധേയമായ ഒരു മെസ്സേജോട് കൂടിയാണ്. വഇൻ തസ്ബിറൂ വതത്തഖൂ, വഇൻ തസ്ബിറൂ വതത്തഖൂ, നിങ്ങൾ ക്ഷമിക്കുകയും തഖ്വയോടെ നിൽക്കുകയും ചെയ്താൽ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, അതൊരു ദൃഢമായ തീരുമാനമാണ്. ഇവിടെ എവിടെയാ ക്ഷമിക്കുക? ഇവിടുത്തെ ക്ഷമ എന്ന് പറഞ്ഞാൽ ഇത്തരം വർത്തമാനങ്ങളുടെ മുമ്പിൽ മൗനികളാവുക എന്നല്ല. ഇവിടെ ക്ഷമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തത്തെ പറ്റി നമ്മൾ ബോധവാന്മാരാവുക. ഇവിടെ തഖ്വ എന്ന് പറഞ്ഞാൽ വൈകാരികമാകാതെ വിവേകത്തോടെ പ്രതികരിക്കുക. അപ്പോൾ വൈകാരികമായി പ്രതികരിക്കാതെ വിവേകത്തോടുകൂടെ പ്രതികരിക്കുകയും നമ്മുടെ ഉത്തരവാദിത്തം കൃത്യമായി നമ്മൾ അതിനെ സംബന്ധിച്ച് ബോധവാന്മാരാവുകയും ചെയ്യുക എന്നുള്ളത് ദൃഢമായ ഒരു തീരുമാനമാണ്. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്തത്തെ പറ്റിയായിരിക്കണം നമ്മൾ ഇത്തരം വർത്തമാനങ്ങൾ പ്രചരിക്കുമ്പോൾ തീരുമാനം കൈക്കൊള്ളേണ്ടത്. എന്താ നമ്മുടെ ഉത്തരവാദിത്തം? അതാണ് നമ്മുടെ ഈ ഖുത്ബയിലെ ഏറ്റവും പ്രധാനമായ ഒരു പോയിന്റ്. നമ്മുടെ ഉത്തരവാദിത്തം, ഏറ്റവും പ്രധാനമായ ഉത്തരവാദിത്തം, ഈ സമൂഹത്തിന്റെ മേൽ നന്മ കൽപ്പിക്കുക, തിന്മ വർജിക്കുക. അത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. അത് ഏത് സാഹചര്യത്തിലായാലും, അത് അനുകൂല സാഹചര്യമായാലും പ്രതികൂല സാഹചര്യമായാലും, അത് സമ്പന്നതയുടെ കാലമായാലും ദാരിദ്ര്യത്തിന്റെ കാലമായാലും, അത് ശാന്തതയുടെ കാലമായാലും അശാന്തിയുടെ കാലമായാലും, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉത്തരവാദിത്തം നന്മ കൽപ്പിക്കുക, തിന്മ വർജിക്കുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, 2ാം ഖലീഫ, അബൂ ലുഅ്ലുഇന്റെ കുത്തേറ്റ് വീണ് കിടക്കുന്ന ഒരു സമയമുണ്ട്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപെടാൻ ഇരിക്കുന്നു. അത്രയധികം പ്രയാസത്തിനാണ് അദ്ദേഹം. മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന ആ പ്രതിസന്ധി ഘട്ടം, കുടൽമാല പുറത്താണ്, രക്തം വാർന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് അദ്ദേഹത്തെ സന്ദർശിക്കാൻ വന്നൊരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തെ സന്ദർശിച്ച് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു. ആ ചെറുപ്പക്കാരനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, യാ അബ്ദില്ല ഇർഫഅ സൗബക, ആ തുണി ഒന്ന് കയറ്റി കൊടുക്കും മോനെ. ഫഇന്നഹു അത്ഖാ ലിറബ്ബിക, അത് നിന്റെ റബ്ബിനുള്ള ഏറ്റവും വലിയ തഖ്വയാണ്. റബ്ബിനെ സൂക്ഷിക്കുന്നതിൽ ഏറ്റവും
ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ആ തുണി ഒന്ന് കയറ്റി കൊടുക്കുക. നെരിയേണ്ട താഴെയായിരുന്നു തുണി. നിന്റെ വസ്ത്രം വൃത്തിയായിട്ട് സൂക്ഷിക്കാനും കഴിയും. ഏത് ഘട്ടത്തിലാന്ന് ഓർക്കണം. മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വേദന നിറഞ്ഞൊരു സമയത്തും നന്മ കൽപ്പിക്കാൻ കാണിച്ച ആ മനസ്സ്, തിന്മ തടയാൻ കാണിച്ച ആ മനസ്സ്, അതാണ് മുഅ്മിനിന്റെ മനസ്സ്. ഇന്ന് മുസ്ലിം സമുദായത്തിനുള്ള ഏറ്റവും വലിയ കുറവ്, ഈ സമൂഹത്തെ ബാധിച്ചിരിക്കുന്നത് സമൂഹത്തിൽ ആ ഒരു ചിന്ത നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. നന്മ കൽപ്പിക്കലും തിന്മ തടയലും മുസ്ലിമീങ്ങളിൽ ഒരു വിഭാഗം ആളുകൾക്ക് മാത്രം ബാധകമാണ് എന്ന് ചിന്തിച്ചു പോയി. മെമ്പറിന്റെ മുകളിൽ കയറിയാൽ മാത്രമേ അത് പാടുള്ളൂ, മെമ്പറിന്റെ മുകളിൽ കയറുന്നവർക്ക് മാത്രമേ അത് പാടുള്ളൂ, മറ്റുള്ളവർക്കൊന്നും ബാധകമല്ലാതെ ഞങ്ങളൊക്കെ സാധാരണക്കാർ, ഞങ്ങൾക്കൊന്നും നന്മ കൽപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഇല്ല എന്ന് ചിന്തിക്കുന്നത് അത് ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ്. ഇമാം ഇബ്നു ഹസം റഹിമഹുല്ലാഹ് പറയുന്ന ഒരു വർത്തമാനമുണ്ട്, ഇത്തഫഖത്തിൽ ഉമ്മത്തു അലാ വുജൂബിൽ അംരി ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ ബിലാ ഖിലാഫിൻ ബൈന അഹദിൻ മിൻഹും. ഉലമാക്കൾ, മുൻഗാമികളായ ഉമ്മത്ത്, ആ സമുദായം മുഴുവനും ഒരുമിച്ചിരിക്കുന്നു, ഏകോപിച്ചിരിക്കുന്നു. നന്മ കൽപ്പിക്കലും തിന്മ തടയലും അത് ഓരോരുത്തരുടെ മേലും നിർബന്ധ ബാധ്യതയാണ്. അതിൽ തർക്കമില്ല എന്നവർ പറയുന്നത്. കാരണം നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടായാൽ ഒരു പ്രവാചകൻ ജീവിച്ചിരിക്കുന്നതിന് തുല്യമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനത്തിന്റെ മുമ്പ് വന്ന 1.25 ലക്ഷം പ്രവാചകന്മാരിൽ മഹാഭൂരിപക്ഷം പ്രവാചകന്മാരും ആ പ്രവാചകന്മാരുടെ സമുദായത്തിന് ആ ഉത്തരവാദിത്തം ഉണ്ടായിട്ടില്ല. അംറും ബിൽ മഅറൂഫ് വനഹിയുൻ അനിൽ മുൻകർ, ഈ കൽപ്പന മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ സമുദായത്തിനില്ല, അത് പ്രവാചകന്മാരുടെ ഉത്തരവാദിത്തമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു റിപ്പോർട്ട് കാണാം. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിലെ 3455 നമ്പറായി രേഖപ്പെടുത്തിയ ഹദീസ്. കാനത്ത് ബനു ഇസ്രായേൽ തസൂസുഹുമുൽ അംബിയാഉ, ബനു ഇസ്രായേലുകാർ അവരുടെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് നിർവഹിച്ചു കൊണ്ടിരുന്നത്, ഉത്തരവാദിത്തം നിർവഹിച്ചിരുന്നത് അമ്പിയാക്കന്മാരായിരുന്നു. കുല്ലമാ ഹലക നബിയുൻ, ഓരോ നബി മരണപ്പെടുമ്പോഴും ഖലഫഹു നബിയുൻ, ശേഷം പിന്നെ മറ്റൊരു നബി വരും, തൊട്ടടുത്തൊരു നബി വരും. അപ്പൊ ആ സമുദായത്തിന് നന്മ കൽപ്പിക്കാനും തിന്മ തടയാനുമുള്ള ആ ബാധ്യതയില്ലായിരുന്നു. വ ഇന്നഹു ലാ നബിയ്യ ബഅദി, എങ്കിൽ എനിക്ക് ശേഷം ഇനിയൊരു നബിയില്ല. അല്ലാഹുവിന്റെ റസൂൽ ചെയ്തിരുന്ന പ്രവർത്തനത്തെ ഏറ്റെടുത്ത് നിർവഹിക്കുന്ന ആളുകളാണ് നമ്മൾ സത്യവിശ്വാസികൾ. അതുകൊണ്ടാണ് നമ്മളെ സംബന്ധിച്ച് ഉത്തമ സമുദായം എന്ന് പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം സൂറ ആലി ഇംറാനിന്റെ 110-ാമത്തെ വചനത്തിൽ ആ കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. കുന്തും ഖൈറ ഉമ്മ. നമ്മുടെ ഓരോരുത്തരുടെയും മൂക്കിന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ടാണ് ഖുർആൻ ആ വാക്ക് ഉപയോഗിക്കുന്നത്. കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ ഉത്തമ സമുദായമാണ്. ഉഖ്രിജത്ത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവർ, ജനങ്ങളിലേക്ക് ഇറങ്ങേണ്ട ആളുകൾ. തഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കേണ്ട ആളുകൾ. വതൻഹൗന അനിൽ മുൻകർ, തിന്മ തടയേണ്ട ആളുകൾ. വതുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കേണ്ടവർ. 4 കാര്യങ്ങളാണ് ആയത്തിൽ പറയുന്നത്. ഈ 4 കാര്യങ്ങൾ ചേരുമ്പോഴാണ് നമ്മൾ ഉത്തമ സമുദായമാകുള്ളൂ. അതല്ലാതെ നല്ല വൈറ്റ് കോളറുള്ള ഷർട്ട് ഇട്ടിട്ട് നടന്നാൽ, അതല്ല എങ്കിൽ നല്ല ടിപ് ടോപ്പിൽ നടന്നാൽ, അതല്ലെങ്കിൽ ആധുനിക വാഹനം മേടിച്ച് കയ്യിൽ പിടിച്ച് താക്കോലും പിടിച്ച് ചുഴറ്റി നടന്നാൽ അത് ഉത്തമ സമുദായത്തിന്റെ അടയാളമാണെന്ന് ആരും ധരിക്കണ്ട. ഉത്തമ സമുദായം എന്ന് പറഞ്ഞാൽ ഈ 4 വ്യവസ്ഥ ബാധകമാണ്. ഒന്ന്, ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങണം, നന്മ കൽപ്പിക്കണം, തിന്മ തടയണം, അള്ളാഹുവിൽ വിശ്വസിക്കണം. ഈ ആയത്തിൽ അവസാനമായി അള്ളാഹുവിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞതിൻ്റെ പിന്നിൽ ചില കാരണങ്ങളുണ്ട്. അത് മറ്റൊരു സമയത്ത് നമുക്ക് വിശദീകരിക്കാം. ഏതായാലും ഈ 4 പ്രവർത്തനങ്ങൾ പ്രവാചകന്മാർ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാർ അഭിമുഖീകരിച്ചത് മുഴുവനും ഇത് ചെയ്യുന്ന ആളുകളും അഭിമുഖീകരിക്കേണ്ടി വരും. വിശുദ്ധ ഖുർആൻ 6-ാം അധ്യായം സൂറത്തുൽ അൻആമിന്റെ 10-ാമത്തെ വചനത്തിലും 21-ാം അധ്യായം സൂറത്തുൽ അംബിയാഇന്റെ 41-ാമത്തെ വചനത്തിലും പറഞ്ഞ ഒരു ഭാഗമുണ്ട്. വലഖദ് ഉസ്തുഹ്സിഅ ബിറുസുലിൻ മിൻ ഖബലിക, അങ്ങക്ക് മുമ്പുള്ള പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർ മുഴുവൻ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. അവർ നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്തതിൻ്റെ പേരിലാണ് പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിമർശകന്മാരെ ഭയന്നുകൊണ്ട് നാം മൗനികളായിരിക്കേണ്ട ആളുകളല്ല. നമ്മൾ മൗനികളായാൽ അത് നമ്മുടെ നാശത്തിന്റെ തുടക്കമാണ്.
സൈനബ് റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിലെ 3346 നമ്പറായി രേഖപ്പെടുത്തിയ ഒരു ഹദീസിൽ കാണാം, അന്നഹ്ലികു വഫീന സ്വാലിഹൂൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ സാലിഹീങ്ങൾ ഉണ്ടായിരിക്കെ ഞങ്ങളെ നശിപ്പിക്കൂ നബിയേ. ഇതാണ് ചോദ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി, ഇദാ കസുറൽ ഖബസു, മ്ലേച്ഛത വ്യാപകമായാൽ സാലിഹീങ്ങൾ ഉണ്ടോ എന്ന് നോക്കൂല എന്ന് പറഞ്ഞാൽ സാലിഹീങ്ങൾ ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല, ഒരാൾ സാലിഹായത് കൊണ്ട് മാത്രം കാര്യമില്ല. ആ സ്വാലിഹായ ആള് ആ സമൂഹത്തിന്റെ ഇടയിലുള്ള തകരാറുകൾ പരിഹരിക്കണം, ഇസ്ലാഹ് നടത്തണം. ഇസ്ലാഹ് നടത്താതെ ഞാൻ 5 നേരം നിസ്കരിക്കുന്ന ആളാണ്, നെറ്റിയിൽ നിസ്കാരത്തഴമ്പുണ്ട്, എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഞാൻ ജമാഅത്തൊക്കെ കൃത്യമായി മുടങ്ങാതെ നിർവഹിക്കുന്നതാണ്, മുമ്പും ശേഷമുള്ള സുന്നത്തൊക്കെ നിർവഹിക്കുന്ന ആളാണ്, ഞാൻ ഹജ്ജൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ സ്വാലിഹാണ്, ശരി. പക്ഷേ സമൂഹത്തിൽ തിന്മ വിളയാടുന്ന സമയത്ത് അത് തടഞ്ഞിട്ടില്ല എങ്കിൽ ഖുർആൻ പറയുന്നു, വമാ കാന റബ്ബുക ലിയുഹ്ലികൽ ഖുറാ ബിഗുൽമിൻ. ഒരു സമൂഹം, ഒരു നാട് അല്ലെങ്കിൽ ഒരു ഗ്രാമം, ആ പ്രദേശത്തെ അവർ ചെയ്യുന്ന ദ്രോഹത്തിന്റെ പേരിൽ അല്ലാഹു തആല നശിപ്പിക്കുകയില്ല. വഅഹ്ലുഹാ മുസ്ലിഹൂൻ, ആ നാട്ടിന്റെ ആളുകൾ ഇസ്ലാഹ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിലെ ആളുകൾ ആ നാട്ടിലെ തിന്മകൾക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കെ ആ നാട്ടിൽ അക്രമങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, തോന്നിയാസങ്ങൾ വ്യാപകമായാൽ അല്ലാഹു തആല ആ നാടിനെ നശിപ്പിക്കുകയില്ല. 11-ാം അധ്യായം സൂറ ഹൂദിന്റെ 117-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തമാണ് തിന്മ തടയുക, നന്മ കൽപ്പിക്കുക. ആ ഉത്തരവാദിത്തം നമ്മൾ നിറവേറിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നേരെ നടപടിയെടുക്കില്ല. ബനു ഇസ്രായേലുകാർ തകരാനുണ്ടായ കാരണം എന്താ? ഹുദൈഫ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ, ഒരു റിപ്പോർട്ടിൽ കണ്ട അസറിൽ കാണാം, അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു, ഫി യൗമിൻ വാഹിദിൻ തറക്കത്തു ബനു ഇസ്രായേൽ ദീനഹും, ബനു ഇസ്രായേലുകാർ ഒറ്റ ദിവസം കൊണ്ട് അവരുടെ ദീൻ ഉപേക്ഷിച്ചോ? അദ്ദേഹം അതിന് കൊടുത്ത മറുപടി, അല്ല, വലാകിന്നഹും കാനു ഇദാ അമറു ബിശൈഇൻ തറക്കുഹു, നന്മ കൽപ്പിക്കാൻ പറഞ്ഞാൽ അവരത് ഒഴിവാക്കും. വഇദാ നഹു അൻ ശൈഇൻ റക്കിബുഹു, അവരോട് തിന്മ വിരോധിക്കാൻ പറഞ്ഞാൽ അവർ ആ തിന്മ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അപ്പൊ നന്മ കൽപ്പിക്കാൻ പറഞ്ഞാൽ തിന്മ ചെയ്യുകയും തിന്മ ഒഴിവാക്കാൻ പറഞ്ഞാൽ ആ തിന്മയിൽ നിന്ന് ആ തിന്മയിലേക്ക് അവർ പോവുകയും ചെയ്യുന്ന ഒരു സമൂഹമായി മാറി ബനു ഇസ്രായേലുകാർ. ഘട്ടം ഘട്ടമായിട്ടാണ് ആ സമൂഹം നശിച്ചത്. ആ ഭാഗത്തെയാണ് വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 81-82 വചനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ പാരായണം ചെയ്തത്, ലുഇനല്ലദീന കഫറൂ മിൻ ബനി ഇസ്രായീൽ അലാ ലിസാനി ദാവൂദ വ ഈസ ബിൻ മറിയം. ദാവൂദ് അലൈഹിസ്സലാമിൻ്റെയും ഈസ ബിൻ മറിയം അലൈഹിസ്സലാമിൻ്റെയും നാവിലൂടെ ബനു ഇസ്രായേലുകാരിലെ നിഷേധികൾ ശപിക്കപ്പെട്ടിരിക്കുന്നു. എന്താ അതിന്റെ കാരണം? ബിമാ അസവ്വ കാനൂ യഅ്തദൂൻ, ആ ആളുകൾ അനുസരണക്കേടും അതിരുലംഘനവും കാണിച്ചു. മാത്രമല്ല അവർ ചെയ്ത ഏറ്റവും വലിയ അപകടം എന്താണ്? കാനൂ ലാ യതനാഹൗന അനിൽ മുൻകർ. അതാണ് നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ടത്. അവർ തിന്മ തടയാൻ തയ്യാറായില്ല. തിന്മ ഉണ്ടായപ്പോൾ അത് ഞങ്ങൾക്ക് ബാധകമല്ല, ഇത് നമ്മളെ ബാധിക്കൂല എന്ന് കരുതിക്കൊണ്ട് അതിനെ തടയാൻ പോയില്ല. അതാണ് അവർ നശിക്കാനുള്ള പ്രധാനമായ കാരണമെന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, ഇനിയുള്ള കാലങ്ങൾ, ആ കാലങ്ങളിൽ ഏറ്റവും കാഠിന്യമുള്ള ഇബാദത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ഹജ്ജും നോമ്പും സക്കാത്തും ഒന്നല്ല. ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിലെ ഏറ്റവും കാഠിന്യമുള്ള ഇബാദത്ത് നന്മ കൽപ്പിക്കലും തിന്മ തടയലുമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ഇമാം തിർമിദി സുനനിൽ രേഖപ്പെടുത്തിയ 979-ാം നമ്പറായി രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം, ഖദ് ഖതറബ ഫിത്നൻ കഖിതഇൽ ലൈലിൽ മുദ്ലിം, രാത്രിയുടെ ഇരുട്ടിന്റെ കഷ്ടം പോലെ ഫിത്ന വ്യാപകമാകുന്ന ഒരു കാലഘട്ടമുണ്ട്. യുസ്ബിഹുർ റജുലു മുഅ്മിനൻ വയുംസി കാഫിറാ, രാവിലെ മുഅ്മിനായിട്ടായിരിക്കും പുറത്തു പോയിട്ടുണ്ടാകുക. രാവിലെ കട തുറക്കാൻ പോയത് മുഅ്മിനായിട്ടാണ്, പക്ഷെ വൈകുന്നേരം കടയിൽ നിന്ന് വരുമ്പോൾ കാഫിറായിട്ടായിരിക്കും മതിയ. അങ്ങനത്തെ ഒരു കാലഘട്ടം വരാനുണ്ട്. ആ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, യബീഉ ഖൗമുൻ ദീനഹും ബിഅറളൻ മിനദ് ദുനിയാ ഖലീൽ, ദുനിയാവിന്റെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ദീൻ അങ്ങോട്ട് ഒഴിവാക്കുക. ദീൻ വിൽക്കുന്ന റസൂലുള്ളാഹി പറഞ്ഞത്, ദീൻ അവർ വിൽക്കും. അവിടെ അൽ മുതമസ്സികു യൗമഇദിൻ ബിദീനിഹി, ദീനനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കൽ ഖാബിദി അലൽ ജംരി,
തീക്കനൽ കൈപിടിച്ച ആളെ പോലെ. ഏകദേശം അതിന് തുല്യമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുക അല്ലേ? തീക്കനൽ കയ്യിൽ പിടിച്ച ആളുകളെ പോലെ ആയിക്കൊണ്ടിരിക്കുക. നന്മ കൽപ്പിക്കുന്ന ഒരാളെ കണ്ടാൽ, തിന്മ തടയുന്ന ഒരാളെ കണ്ടാൽ ഇപ്പോൾ ഒരു അപൂർവ ജീവിനെ പോലെയാണ് കാണുന്നത്. 2000 കേരളത്തിൽ യൂത്തും അതേപോലെ ടീനേജ് പ്രായത്തിലുള്ള ആളുകളും ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വാക്ക് ഏതാണെന്ന് ചോദിച്ചാൽ തന്തവൈബ്. എന്താ തന്തവൈബ് എന്ന് പറഞ്ഞാൽ? നമ്മൾ നല്ലത് കൽപ്പിച്ചാൽ അത് തന്തവൈബായി, തിന്മ തടഞ്ഞാൽ അത് ചെയ്യല്ലേ മോനെ എന്ന് പറഞ്ഞാൽ തന്തവൈബായി. ഈ തന്തവൈബും തള്ളവൈബും ഈ സമൂഹത്തിന്റെ ഇടയിൽ ഉണ്ടാക്കിക്കൊടുത്തൊരു വിഭാഗമുണ്ട്. നമ്മുടെ ഖുത്ബയുടെ സമയം പരിമിതമായതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പ്രവേശിക്കാത്തത്. തിന്മയെ തടയുന്നിടത്ത് അലംഭാവം കാണിച്ചാൽ അവിടെ അധാർമികത വളരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 65ഓളം കൊലപാതകമാണ് കഴിഞ്ഞ ജനുവരിയിലും ഫെബ്രുവരിയിലുമായി കേരളത്തിൽ നടന്നത്. 65ഓളം കൊലപാതകം കുടുംബത്തിൽപ്പെട്ട ആളുകളാണ്. അതിൽ ഭൂരിപക്ഷവും ലഹരിക്കടിമപ്പെട്ടുകൊണ്ടാണ്. 50-ലധികം കൊലപാതകം നടന്നത് ലഹരിക്കടിമപ്പെട്ടത് കൊണ്ടാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, മർആ മിൻകും മുൻകറൻ, നിങ്ങളൊരു വെറുക്കപ്പെട്ട കാര്യം കണ്ടാൽ ഫൽയുഗയ്യിർ ബിയദിഹി, കൈകൊണ്ട് തടയട്ടെ. എന്നാൽ കൈകൊണ്ട് തടയാൻ പോലുള്ള അവസ്ഥ എന്താ? സ്വന്തം മക്കളെ തടയാൻ പറ്റും കൈകൊണ്ട്? ഇല്ല. ഫഇല്ലം യസ്തതിഉ ഫബിലിസാനിഹി, അല്ലെങ്കിൽ കഴിയില്ലെങ്കിൽ നാവ് കൊണ്ട് തടയട്ടെ. സ്വന്തം മക്കളെ നാവ് കൊണ്ട് തടയാൻ പറ്റുമോ? ഹൈക്കോടതിയിലൊരു കേസ്, കേരള കോടതിയിലൊരു കേസ് കിടക്കുന്നുണ്ട് ഇപ്പോൾ. സ്വന്തം പിതാവിനെതിരെയാണ് ആ കേസ്. പിതാവ് നന്മ കൽപ്പിച്ചു എന്നുള്ളതാണ് ആ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ വിധി എങ്ങാനും ആ കേസ് കൊടുത്ത ആൾക്ക് അനുകൂലമായിട്ട് വരികയാണ് എങ്കിൽ അത് ഇന്ത്യയിലെ നിയമമായി മാറും. നന്മ കൽപ്പിക്കാൻ പറ്റില്ല. അമേരിക്കയിൽ 5 വർഷം ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു പിതാവുണ്ട്. എന്താ ശിക്ഷിക്കപ്പെടാൻ കാരണം? 13 വയസ്സുള്ള മകള് വന്നിട്ട് പറഞ്ഞു ഞാൻ ആണാണെന്ന്. 13 വയസ്സുകാരി പറഞ്ഞു ഞാൻ ആണാണ്. ആ പിതാവ് പറഞ്ഞു ഒന്നും കൂടെ ആലോചിച്ചിട്ട് തീരുമാനം എടുത്താൽ പോരെ ആണായി മാറാൻ. അതിൻ്റെ പേരിലാണ് കൊണ്ടുപോയി കേസ് കൊടുത്തത്. ജയിലിലായി. 4 കാലിൽ നടക്കാത്തവൻ സമൂഹത്തിന്റെ ഭാഗമല്ലെന്ന് പഠിപ്പിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ സ്വന്തം മകനെ പോലും പിതാവിന് ഉപദേശിക്കാൻ അധികാരമില്ല എന്ന് ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഈ ഹദീസിന്റെ പ്രസക്തി നാം മനസ്സിലാക്കേണ്ടത്. മർആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർ ബിയദിഹി, കൈകൊണ്ട് തടയട്ടെ. ഇനി അതിന് കഴിയില്ല എങ്കിൽ ഫബിലിസാനിഹി, നാവ് കൊണ്ട് തടയട്ടെ. ഇനി അതിനും കഴിയില്ല എങ്കിൽ ഫബിഖൽബിഹി, മനസ്സുകൊണ്ട് വെറുക്കട്ടെ. പക്ഷേ ആ മനസ്സുകൊണ്ട് വെറുക്കുക എന്ന് പറഞ്ഞാൽ വദാലിക അദ്അഫുൽ ഈമാൻ, അത് ദുർബല ഈമാന്റെ അടയാളാണ്. ഈമാൻ ദുർബലപ്പെടുമ്പോഴേ അത് പറ്റുള്ളൂ. നമ്മൾ മനസ്സിലാക്കണത്. അപ്പൊ അതുകൊണ്ട് നവനാസ്തിക എന്ന അപകടം നമ്മുടെ തലക്ക് മുകളിൽ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ്. ആണിന്റെ ദൗത്യം പരമാവധി ജനിതക പദാർത്ഥം സ്ത്രീയിൽ എത്തിക്കലാണ് എന്ന മെസ്സേജാണ് അവർ ഈ സമൂഹത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ടീനും അതേപോലെ യൂത്തും യുവാക്കളും കൗമാരക്കാരും ആഗ്രഹിക്കുന്ന ആശയങ്ങൾ അവർ ഈ സമൂഹത്തിൽ ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കുക. ആണിനും പെണ്ണിനും സർവ്വസ്വാതന്ത്ര്യത്തിന്റെ ലൈംഗികത എന്നുള്ളത്. മതം വേണ്ട എന്ന ചിന്ത കേവലം മാത്രമാണ്. ആണും പെണ്ണും സ്വതന്ത്ര ലൈംഗികതയിലേക്ക് പോകാനുള്ള ലൈസൻസ് ആയി മാത്രമേ അത് കാണുന്നുള്ളൂ. അവരിവിടെ അടുത്ത കാലഘട്ടത്തിൽ ഇൻസെസ്റ്റിന്റെ മഹത്വം വിവരിക്കുന്ന ക്യാമ്പുകൾ നടത്തി. ഇൻസെസ്റ്റ് എന്ന് പറഞ്ഞാൽ വിവരിക്കാൻ പ്രയാസമുണ്ട്. രക്തബന്ധത്തിൽപ്പെട്ട ആളുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വിഷയം. അതിനുവേണ്ടി കേരളത്തിൽ ക്യാമ്പുകൾ വരെ നടത്തി. അതുകൊണ്ട് മുഅ്മിനാത്തുകളെ നമ്മൾ ജാഗ്രത പാലിക്കണം. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ കൊണ്ട് വിമർശകർക്കെതിരെ ശബ്ദം ഉയർത്തുന്നതിനോടൊപ്പം തന്നെ ഈ ഇബാദത്തിന്റെ ആ ഉത്തരവാദിത്തം നമ്മൾ ഓരോരുത്തരും നിർവഹിക്കണം. നമ്മുടെ ജില്ലയുടെ നന്മകൾ പറയുന്നത് പലപ്പോഴും വിസ്മൃതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ ആളുകൾ നമ്മുടെ ജില്ലയെ പറ്റി നന്മ പറഞ്ഞു. കൊഴിച്ചനയിലെ റാപ്പിഡ് റെസ്പോൺസ് ആൻഡ് റെസ്ക്യൂസ് ഫോഴ്സിൽ 23 വർഷം ജോലി ചെയ്ത ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, അദ്ദേഹം വിരമിച്ച് പോകുമ്പോൾ പറഞ്ഞ്, മലപ്പുറം ജില്ലയിലേക്ക് വരുമ്പോൾ ഞാൻ പേടിയോടുകൂടിയാണ് വന്നത്. കാരണം എപ്പോഴും കലാപം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുള്ള പ്രദേശം, വയലൻ്റായ ഒരു സമൂഹത്തിൻ്റെ ഇടയിലേക്കാണ് ഞാൻ പോകുന്നത് എന്നൊരു വിവരമാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെയാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. അദ്ദേഹം പറയുകയാണ്, ഈ 23 കൊല്ലത്തെ സർവീസിനിടയിൽ 2 പ്രാവശ്യം മാത്രമാണ് എൻ്റെ ഫോഴ്സിന് ഇറങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഒന്ന് കടലുണ്ടിയിൽ അപകടം ഉണ്ടായപ്പോൾ, ഒന്ന് മറ്റൊരു അപകടം ഉണ്ടായപ്പോൾ. ഇവിടെ ഒരു സാമൂഹ്യ സ്പർദ്ധയുടെ പേരിലോ ഒരു കലാപത്തിൻ്റെ പേരിലോ ഇറങ്ങേണ്ടി വന്നിട്ടില്ല എന്ന് പറയും. ഇങ്ങനെ നന്മകൾ പറയുന്നവരുടെ വാക്കുകൾ വിസ്മൃതിയിലാക്കിക്കൊണ്ട് ഈ സമൂഹത്തെ പറ്റി തിന്മകൾ പറയുന്നത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ നന്മയുടെ ആളുകളായി തീരണം.
നന്മ പ്രചരിപ്പിക്കുന്നവരാകണം. തിന്മയെ തടയാനുള്ള ആർജവം നമുക്ക് നേടാൻ കഴിയണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅസ്തഗ്ഫിറനി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറു ഇന്നഹു തആല മലികും ബർറു റഊഫുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله. അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, നമ്മൾ മക്കൾ വേനൽ അവധിയിലാണ്. 2 മാസക്കാലത്തോളം നമ്മുടെ മക്കൾ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. ഏറ്റവും നല്ല ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുത്തുകൊണ്ട് മക്കളെ പരിപാലിക്കുകയും അവരെ ദീനിൻ്റെ വാഗ്ദാക്കളാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുകയും ചെയ്യണം. നമ്മുടെ മക്കളെ ഈ വെക്കേഷൻ കാലങ്ങളിൽ പറഞ്ഞു വിടുന്ന ചില ക്യാമ്പുകളും ചില സ്ഥാപനങ്ങളും നമ്മൾ ജാഗ്രത കാണിക്കേണ്ടതുണ്ട് ഇതിൽ. കാരണം ലഹരി ഈ സമൂഹത്തിൽ ഏറ്റവും ശക്തമായി വേരൂന്നിയ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ ലഹരിയിൽ അടിമപ്പെടാതിരിക്കാൻ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടിയാണ് നമ്മൾ പല ഇടങ്ങളിലും കൊണ്ടാക്കുന്നത്. പക്ഷേ ലഹരി പോലെ തന്നെ അപകടകരമായൊരു കാര്യം ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതെന്താ? അന്ധവിശ്വാസം. ഈ രണ്ടും അപകടമാണ്. ലഹരി പോലെ തന്നെ അപകടമാണ് അന്ധവിശ്വാസം. ലഹരി മനുഷ്യന്മാരെ കൊല്ലുന്നത് പോലെ അന്ധവിശ്വാസവും മനുഷ്യന്മാരെ കൊന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്ന കൊലപാതകങ്ങളിൽ പല കൊലപാതകവും ചന്താമര എന്ന പേരിൽ അറിയപ്പെടുന്ന, നല്ലൊരു പേരിൽ അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ, പേര് കേട്ടാൽ തന്നെ നമുക്ക് സ്നേഹവും ലാളനയും തോന്നിപ്പോവും. പക്ഷേ കൊന്നത് എത്ര പേരെയാ? ഇനിയും അദ്ദേഹത്തിന് കൊല്ലണമെന്നുള്ള ആഗ്രഹം മാറിയിട്ടില്ല. അത് തന്നെയാണ് ലഹരിയുടെയും അവസ്ഥ. അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ കൊലപാതകം നടക്കുന്നു. ഈ അടുത്ത് നടന്ന ഒരു മരണം, ആ മരണത്തെ ബന്ധിപ്പിച്ചിരിക്കുന്നത് അന്ധവിശ്വാസവുമായിക്കൊണ്ടാണ്. ആവശ്യമില്ലാത്ത ചില വിശ്വാസങ്ങൾ ഈ സമൂഹത്തിൻ്റെ ഇടയിൽ ഇഞ്ചക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല സ്ഥാപനങ്ങളും പല മതപ്രബോധകർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകൾ രംഗത്ത് വരുന്നുണ്ട്. അത്തരം ആളുകളുടെ കയ്യിലേക്ക് നമ്മുടെ മക്കൾ പോയാൽ ലഹരി ഉപയോഗിക്കുന്നതിന് തുല്യം തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾക്കെതിരെ നാവുയരുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മക്കൾ ഈ ആത്മീയതയിലേക്ക് മാറുമ്പോൾ അത് അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നവരുടെ ആത്മീയതയിലേക്ക് ആകാതിരിക്കാൻ നാം പരമാവധി ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.